ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ചെമ്പൈ എന്ന ഗ്രാമത്തിൻ്റെ നാമധേയം സംഗീത ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതം എന്ന കാര്യം ആർക്കും പറയാം. സംഗീതം ഒരു സാഗരമാണെന്നാണ് ദാസേട്ടനും ജയവിജയന്മാരും ഒക്കെ തന്നെ പലപ്പോഴും സൗഹൃദം പങ്കിടുമ്പോഴും വേദികളിലും പ്രസംഗിക്കുക. ആ സാഗര ഗർജനമായിരുന്നു നമ്മൾ ചെമ്പൈയിലൂടെ കണ്ടത്. 1896 സെപ്റ്റംബർ മാസം 14-ാം തീയതി ചെമ്പൈ എന്ന ശാലീനസുന്ദരമായ ഈ ഗ്രാമത്തിൽ ജനിച്ച ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ യഥാർത്ഥത്തിൽ സംഗീതം കൊണ്ട് സമ്പന്നമായ ഒരു കുടുംബത്തിൽ തന്നെയായിരുന്നു ജനനം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ പൈതൃകം നന്നായി പേറിക്കൊണ്ട് തന്നെ നന്നേ ചെറുപ്പത്തിൽ സംഗീതത്തിൽ ആകൃഷ്ടനായി ഏതാണ്ട് ആദ്യത്തെ സംഗീത കച്ചേരി സമ്പൂർണമായി ഒളപ്പമണ്ണമന മൂഴിക്കുന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലായിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ആ വർഷം തന്നെ മറ്റ് ജില്ലകളിലേക്ക് പോയി സംഗീതം കച്ചേരി നടത്തിയത് ആദ്യം ഞാൻ വരുന്ന കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ അദ്ദേഹവും സഹോദരൻ സുബ്രഹ്മണ്യനും ചേർന്ന് കച്ചേരി അനന്തഭാഗവതരോടൊപ്പം നടത്തിയതിനു ശേഷം അതുവഴി ഗുരുവായൂരിലാണ്. അങ്ങനെയാണ് ഗുരുവായൂരിൽ ഏകാദശി ദിവസം അവർ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും സുബ്രഹ്മണ്യനും ചേർന്ന് സംഗീത കച്ചേരി അനന്തഭാഗവതരുടെ അനുഗ്രഹാസോട് നടത്തിയപ്പോൾ സദസ്സാകെ കരഘോഷം കൊണ്ട് ആ സംഗീത കച്ചേരി സ്വീകരിക്കുകയുണ്ടായി. തുടർന്നാണ് ഗുരുവായൂരിൽ സ്ഥിരമായി സംഗീത കച്ചേരി ഏകാദശി നാളിൽ നടത്തുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നത്. അത് മുടങ്ങാതെ പിന്നെ ദിവസം ബോർഡുമായി ബന്ധപ്പെട്ട അശ്വിനി നടത്തി ധാരണയിലെത്തി മുടങ്ങാതെ ആ സംഗീത കച്ചേരിയുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ മാഷ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് 3 ഘട്ടത്തിൽ ശബ്ദം ഇല്ലാതെ വരുന്ന സന്ദർഭമുണ്ടായി. ഒന്ന് 1912, 1939, 1954. അതിൽ ആദ്യഘട്ടത്തിലെ ഒരു വർഷക്കാലം ശബ്ദമില്ലാതിരുന്നപ്പോൾ മൃദംഗത്തിലേക്കും വയലിലേക്കും നീങ്ങി ആ രംഗം ഹൃദിസ്ഥിതമാക്കുന്ന രൂപത്തിലേക്കാണ്. ഒരു വർഷം കൊണ്ട് അത് മാറി, ശബ്ദം വീണ്ടെടുത്തു. രണ്ടാമതുണ്ടാവുന്ന 1939 കോഴിക്കോട് സാമൂതിരി യഥാർത്ഥത്തിൽ കച്ചേരിക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ച് കച്ചേരിക്ക് വേണ്ടി കയറി സാധകമൊക്കെ പകല് കഴിഞ്ഞ് വൈകുന്നേരം തമ്പുരി മീട്ടുന്ന ഘട്ടത്തിലെത്തുമ്പോൾ ശബ്ദിക്കാൻ കഴിയാത്ത സാഹചര്യം. ആ ഘട്ടത്തിലാണ് അടുത്തിരുന്ന ആളുകളോട് ആ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ചോദിച്ച് യഥാർത്ഥത്തിൽ ഏകാദശി ദിവസമായിരുന്നു എന്ന കാര്യം കൃത്യമായി തിരിച്ചറിഞ്ഞ് അദ്ദേഹം നേരെ സാമൂതിരിയോട് കാര്യം പറഞ്ഞ് പോയത് മറ്റെങ്ങോട്ടുമല്ല, നേരെ ഗുരുവായൂരിലേക്കാണ്. അങ്ങനെ ഗുരുവായൂരിൽ പോയി ഏകാദശി നാളിൽ കച്ചേരി നടത്താൻ അന്ന് കഴിയാതെ കോഴിക്കോട് പോയപ്പോൾ ഉണ്ടായ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം പിന്നീട് കൊടിമരച്ചുവട്ടിൽ ഇരുന്ന് അദ്ദേഹം വലിയ വായിൽ സംഗീത കച്ചേരി നടത്തുകയായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട 5.5 മണിക്കൂർ നീണ്ടു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കേട്ട് ഭക്തന്മാർ തന്നെ അവസാനം ഗുരുവായൂരപ്പൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നോടം വരെയാണ് കച്ചേരി നീണ്ടത്. അതിനുശേഷമാണ് പിറ്റേ ദിവസം വീണ്ടും കോഴിക്കോട് സാമൂതിരി ക്ഷണിച്ച സദസ്സിൽ പോയി സംഗീത കച്ചേരി നടത്തിയത് എന്നാണ് 1939 ശബ്ദം വീണ്ടെടുക്കുന്ന ഘട്ടത്തെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തി. വീണ്ടും 1954 ശബ്ദം നിലയ്ക്കുന്ന ഘട്ടം വന്നപ്പോൾ ഗുരുവായൂരിൽ വെച്ച് തന്നെ വൈദ്യകഥാനിധി വൈദ്യമഠം നമ്പൂതിരി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി 6 മാസക്കാലത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ശബ്ദം വീണ്ടും കിട്ടി. പിന്നീട് അദ്ദേഹം ചെയ്ത കാര്യം തന്റെ വരുമാനത്തിൽ ചെലവ് കഴിച്ചു ബാക്കി മുഴുവൻ പണവും ഗുരുവായൂർ ക്ഷേത്രത്തിന് സമർപ്പിക്കുന്ന രൂപത്തിലേക്ക് തീരുമാനമെടുത്തു എന്നുള്ളതാണ് 54 ശബ്ദം വീണ്ടും കിട്ടുമ്പോൾ അദ്ദേഹം എടുത്ത നിലപാട്. ഇങ്ങനെ ഗുരുവായൂർ ഭക്തൻ വിനീത വിധേയദാസനായിട്ടായിരുന്നു ഗുരുവായൂരിലെ ഏകാദശി നാളിൽ തുടങ്ങിയ സംഗീത കച്ചേരി പിന്നീട് നീണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടെ വിജയൻ മാഷ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഒരു വിശ്വമാനവികയുടെ സന്ദേശം ഉയർത്തുന്ന സംഗീത വീക്ഷണമുണ്ട്.
അതാണ് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായതും വർത്തമാന കാലഘട്ടത്തിലും നമുക്ക് ആ വീക്ഷണത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതും എന്ന് എടുത്തു സൂചിപ്പിക്കുകയാണ്. 1923 ചെമ്പൈ ഗ്രാമത്തിൽ അന്ന് കേരളം ജന്മമെടുത്തിട്ട് തിരുവിതാംകൂറും തിരുക്കൊച്ചിയും മലബാറും ഉത്തര മലബാറും എല്ലാം ഉൾക്കൊള്ളുന്ന നാട്ടുരാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാലഘട്ടത്തിൽ ചെമ്പൈ ഗ്രാമത്തിൽ ആ കാലഘട്ടത്തിൽ ഒരു സവിശേഷതയാണ്. അതുകൂടെ പറഞ്ഞെങ്കിലേ 1923 സ്കൂൾ ആരംഭിക്കുമ്പോൾ അതിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥികളുടെ ഉള്ളടക്കത്തെ കുറിച്ച് പറയാൻ കഴിയും. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായും നിലനിൽക്കുന്ന കാലഘട്ടം, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ള ഒരു കൂട്ടരുള്ള കാലഘട്ടം, മുട്ടിന് താഴെ മുണ്ടെടുക്കാൻ ഒരു കൂട്ടം ആളുകൾക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലഘട്ടം, മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലഘട്ടം, കഴുത്തിൽ മാല ധരിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെയുള്ള അലിഖിത നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് നാനാജാതി മതസ്ഥർക്ക് തന്റെ സ്കൂളിൽ പ്രവേശനം നൽകി സംഗീതം പകർന്നു കൊടുത്തത് എന്ന് പറയുമ്പോൾ ഉന്നതമായ സാമൂഹ്യ വീക്ഷണം, ഉദാത്തമായ മാനവികത, ഒരു വിശ്വസംസ്കാരത്തെ പരുവപ്പെടുത്താൻ 1923 തന്നെ സ്വാമികൾ മുന്നോട്ട് വന്ന ആ രംഗം നമുക്കിപ്പോ കോരിത്തരിക്കുന്ന രൂപത്തിൽ മാത്രമേ ആ വലിയ രൂപത്തിലുള്ള അവസരം. എത്ര മനോഹരമാണ് ആ വീക്ഷണം, എത്ര ഉന്നതമാണ് ആ സാമൂഹ്യ വീക്ഷണം, എത്ര ഉദാത്തമാണ് ആ മനുഷ്യ സംസ്കാരം. അതിനോട് സപ്ലിമെന്റ് ചെയ്ത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നാനാജാതി മതസ്ഥർക്ക് സംഗീതം പകർന്നു കൊടുക്കുന്ന ആ പ്രവൃത്തി ഗുരുനാഥൻ എന്ന രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറ്റൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പക്കമേളക്കാരും സഹപ്രവർത്തകരും ചില പിള്ളമാരുണ്ടായിരുന്നു. രാജരത്നം പിള്ളയും അതേപോലെ തന്നെ ഇപ്പുറത്ത് ദക്ഷിണാമൂർത്തി പിള്ളയും രൗഡവിയും ഒക്കെ ഉള്ള പിള്ളമാരുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തോട് ഒരു ബ്രാഹ്മണ സുഹൃത്ത് ചോദിച്ചു, ഈ പൂണൂല് നിനക്ക് പൊട്ടിച്ചെറിഞ്ഞിട്ട് പോരെ ഇവറ്റകളോടൊപ്പം ഈ പരിപാടിയിൽ പോകാൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു മറുപടിയുണ്ട്. എന്റെയും നിങ്ങളുടെയും പൂണൂലിനേക്കാൾ ഞാൻ ബഹുമാനിക്കുന്നത് ഈ പൂണൂലില്ലാത്തവന്റെ കലയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എത്ര ഉന്നതമായ കലാരൂപവും സംസ്കാരവും നിറഞ്ഞ മറുപടിയാണ് ആ മറുപടി. എത്ര വലിയ രൂപത്തിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളുടെ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പ്രദേശത്തിന്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ മനുഷ്യൻ അന്യോന്യം അംഗക്കോഴികളെ പോലെ ആഞ്ഞെടുക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ, ഇല്ലെങ്കിൽ ONVയുടെ അശാന്തി വർഗങ്ങൾ പോലെ സൂചിപ്പിച്ചാൽ കാറ്റ് പെയ്യുന്നു കാണാ ചുരങ്ങൾ താണ്ടി നിറച്ച കോഴികൾ തന്നെ ഇടമെന്ന പോലെ തുടങ്ങുന്ന കാവ്യ ഭാവനയിൽ അദ്ദേഹം വെട്ടുക, മുറിക്കുക, പങ്കുവയ്ക്കുക, ഗ്രാമം പത്തനം ജനപദം ഒക്കെയും കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായും മധ്യരാവുക മാത്രം വയ്യ ജന്തുർ ജയിക്കുന്നു എന്ന് പാടേണ്ടി വന്നൊരു കാലഘട്ടത്തിൽ പിന്നീടാണ് ആ അവസരം ഉണ്ടാവുന്നത്. മറിച്ച് അത്തരം ഒരു സാഹചര്യം വന്ന് നിൽക്കുന്ന എത്രയോ മുമ്പ് തന്നെ ഈ നാട്ടിൽ ഇത്ര മനോഹരമായി ഉന്നതമായ കലാമൂല്യത്തിലൂടെ സാമൂഹ്യ പുരോഗതിക്കുള്ള വഴിയാണ് ഈ കലയും സാഹിത്യവും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം എടുത്ത നിലപാടുകൾ. ആ നിലപാടുകളാണ് നമുക്ക് അങ്ങേയറ്റം അഭിനന്ദനാർഹമായി, അങ്ങേയറ്റം ശ്രേഷ്ഠമായി, കാലവും ചരിത്രമുള്ള ഒരു കാലം മതനിരപേക്ഷ ഇന്ത്യയുടെ മനസ്സിൽ മായാത്ത മുദ്രയ തീർത്ത സംഗീതജ്ഞനായി ചെമ്പൈ വൈദ്യനാഥ മാറുന്നത് എന്നെടുത്ത് സൂചിപ്പിക്കുക. ഈ രണ്ട് സംഭവങ്ങൾ ചെറിയ കാര്യങ്ങളല്ല.